സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് കമ്പനി തരണമെന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓർഡറാ. ഞാനാ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞേ, ഇന്ദുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. ആ, എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഏതായാലും കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരൻ പാട്ട് പാടാനൊന്നും പറയുന്നില്ലല്ലോ, അല്ലേ ചേച്ചി? അതെ. ആരോ വന്നിരിക്കുന്നു. नमस्ते जी। नमस्ते। मेरा नाम अवतार सिंह है। विष्णु मेनन है? इल्ला ऑफिस। यू इंग्लिश स्पीक? नो नो इंग्लिश, आई हिंदी। आहा। मेनन जी की बीवी है? बीवी नो, आर.वी. मेनन। क्या? आर.वी. मेनन। इनिशियल नहीं भाई, हाँ। बीवी, पत्नी, वाइफ। बुलाओ बुलाओ। അയ്യോ, ദോശ ഇഡ്ഡലിയാണ് ഇവിടെ ഉണ്ട്. പുലാവ് ഇനി ഉണ്ടാക്കണം. बुलाओ नहीं, हाँ। बुलाओ, कॉल कॉल। ഓ അത് ശരി, ഇപ്പൊ വിളിച്ചോണ്ടുവരാം. हाँ। ഹായ്. വിഷ്ണുവിന്റെ അവതാരം വന്നിരിക്കുന്നു. അവതാരമോ? ആ, ഒരു ഹിന്ദിക്കാരൻ. ഹിന്ദിയെ പറയൂ. ലതികയെ കാണണമെന്ന് ചെല്ലു. അയ്യോ, എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അത് വളരെ എളുപ്പമല്ലേ, ഞാനിപ്പോ സംസാരിച്ചല്ലേ ഉള്ളൂ. ചെല്ലു. എനിക്ക് പേടിയാ. ചേച്ചി എന്നാളെ പറഞ്ഞിവിടെ. എങ്ങോട്ടാ? അവിടെ നില്ല്. നേരെ ചൊവ്വേ മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പുതിയ അവതാരം. വെളച്ചിലെടുക്കല്ലേ? ഇന്ദുവിന് ഹിന്ദി അറിയാലോ. ഒന്ന് ചെന്ന് സംസാരിക്കേ. അയ്യോ, അയാള് ലതികയെ കാണണമെന്ന് പറയുമ്പോ ഞാൻ ചെന്നാൽ എങ്ങനെയാ? ഒന്ന് വേഗം ചെല്ലു പെങ്കൊച്ചെ, ഇല്ലേ അവതാരം ഇനി അടുക്കളയിൽ കയറും. കൂട്ടത്തിൽ വിഷ്ണുവും കൂടെ വന്ന ആകെ ചളമാകും. ഒന്ന് വേഗം പൊക്കോ. അഭിജി! എന്തൊരു അലർച്ച. ഒന്ന് വേഗം പൊക്കോ. പോ. अरे नमस्ते भाभी जी। नमस्ते जी। मेनन का सिलेक्शन तो बहुत अच्छा है। नहीं नहीं, मैं मेनन की हाँ, बीवी। मुझे सब मालूम है, मेनन ने मुझे सब बता दिया। आप ही मेनन की 7 कंडीशंस को पूरा करने के काबिल है। मैरिज के समय मैं कलकत्ते में था। ഇതുവരെ എന്തുവാ പറഞ്ഞേ? കല്യാണ സമയത്ത് ഇദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. എന്തിന് കൽപ്പറ്റയാക്കണം? വല്ല കാഠ്മണ്ഡുവിലെ ചെറാപ്പുഞ്ചിലോ കെട്ടിയെടുക്കാൻ പറ. മനുഷ്യനെ പേടിപ്പിക്കുന്ന क्या क्या? कुछ नहीं, कुछ नहीं। अच्छा अच्छा अच्छा, दिल्ली में मैं और विष्णु साथ में रहते थे। मेरे बारे में आपको बताया नहीं? हाँ हाँ, बहुत बताया। अच्छा अच्छा, हाँ भाभी जी मेरी तरफ से आपके लिए एक छोटा सा तो। जी शुक्रिया। हाँ, 1 मिनट मैं विष्णु से बात कर सकता हूँ? ബാത്റൂം അവിടെ ഉണ്ട്. अयो, फोन ചെയ്യാൻ. ഫോൺ ഇവിടെ ഉണ്ട്. बात कर सकता हूँ? ഓ ശക്തി ശക്തി. आप जाइए। हेलो विष्णु मेनन। मैं अवतार सिंह बोल रहा हूँ। कौन? अवतार? अच्छा, किधर से? हाँ हाँ भाई, तुम्हारे घर से। अरे विष्णु, मैं आज सुबह की फ्लाइट से आया हूँ भाई। अरे नहीं नहीं, तुम्हारी पत्नी अच्छी तरह हिंदी बोल लेती है। हाँ, अच्छा, तुम उधर ही बैठो, मैं अभी आया। आज हम तुम्हारा साथ खाना खाएगा। फिर बोलो यार, क्या क्या समाचार है? हाँ, तुम 1 मिनट फोन लतिका को दे दो। हाँ यार, मेरी पत्नी। एक मिनट, आपसे बात करना चाहता है। विष्णु भाई। हाँ हाँ। बात कीजिए ना, लीजिए। अरे അവതാരം. ഹലോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ, किधर? അതെ വിഷ്ണുട്ടാ. കായൽ, സീ, ലേക്ക്. पैकेट। അതെയോ? ആ ആ അവതാരം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ആ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവതാരം ഉണ്ടാവും. കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് കരുതണം. ഞാൻ അങ്ങോട്ട് വരാം. ആ, ആ. ശരി വിഷ്ണുട്ടാ. എന്താ? നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കണം. ഛ, അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. എനിക്ക് വയ്യ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എങ്ങോട്ടായി പോണേ? ഞാനേ ഹാഫ് ഡേ ലീവ് എടുക്കുക. ആ. ആഹാരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുന്നു. നന്നായി. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ ഡെസ്പാച്ച് സെക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച്. അങ്ങനെ ഇപ്പൊ ഒരുമിക്കണ്ട. BG കുറുപ്പേട്ടൻ സ്പീക്കിംഗ്. ഞാനാ കൃഷ്ണൻകുട്ടി. എന്താ അവിടെ പ്രശ്നം? കാര്യം ഗുരുതരം, പ്രശ്നം നിസാരം. अरे भाभी जी, भाई केरल बहुत ही सुंदर जगह है। ഇവിടെ അടുത്ത് തന്നെ बहुत ही ഉണ്ട്. सुंदर। हाँ। എത്രയും വേഗം ഇതിനെ ഇവിടുന്ന് കെട്ടിയെടുത്തില്ലെങ്കിലേ ഇവിടെ സർവത്ര വശക്കേടും നാശക്കോട്ടയും ആകും. ഓ, സാധനം ചിരിക്കുവാ. അയ്യോ, ചേട്ടൻ ഒരു കാര്യം ചെയ്യ്. വിഷ്ണുവാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ സർദാർജിയുടെ കയ്യിലൊന്ന് കൊടുക്ക. അവതാരമേ, क्या? വിഷ്ണു സ്പീക്കിംഗ്. अच्छा अच्छा, विष्णु भाई। हाँ। हाँ। അയ്യോ. हेलो, हाँ बोल यार। हेलो, हाँ कौन? अवतार। हाँ, अभी मेरा एक क्लाइंट इधर आने वाला है, इसलिए मैं उधर नहीं आ सकता। ऐसा करो,
तुम इधर आओ, यू कम टू माई ऑफिस. अच्छा अच्छा, मैं अभी आता हूँ. विष्णु बोला मैं ऑफिस जाके उससे मिल लूं. कोई गेस्ट आया है. ഇതെന്തുവായി പറഞ്ഞ്? നമ്മൾ ആ രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിഷ്ണു. വിഷ്ണു അല്ല കൃഷ്ണൻ. ഏ? അതെ വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ. ഗോ ടു ഓഫീസ് ജി, എളുപ്പം ജി. कुछ नहीं, ये आपको ऑफिस जल्दी जाने को बोलते हैं. अच्छा अच्छा अच्छा, नमस्ते जी. ഓം ശക്തി ശക്തി. हाँ, आपको भी नमस्ते. അവതാർ എവിടെ? പെട്ടെന്നൊരു ഫോൺ വന്നപ്പോ പോയി, ഡൽഹിക്ക് പോയി. അടുത്ത മാസം വരുമ്പോ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഛേ, ഇയാൾ എന്തൊരു മനുഷ്യനാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നാണല്ലോ. ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു, കേക്കട്ടെ, അത്യാവശ്യമാണ് പോലും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഓ, എന്റെ അഴീക്കൂട് ഭഗവതി. സർദാർജി, ഈ പരന്തു വിഷ്ണു സാർ പെട്ടെന്നൊരു ഫോൺ വന്ന് ഡൽഹിക്ക് പോയി, ഇനി അടുത്ത മാസമായി തിരിച്ചു വരൂ. എന്റെ അമ്മ, मैं समझा नहीं. സഞ്ചിയല്ല, ഒരു പെട്ടിയും കൊണ്ടാണ് പോയത്. विष्णु साहब को अभी एक फोन कॉल आया, वो न्यू दिल्ली चला गया, अब 1 महीने के बाद वापस आएगा. बहुत अच्छा, मैं उसको दिल्ली में मिल लूंगा. ന്യൂ ഡൽഹി വെച്ച് കണ്ടോളാന്ന്, കുറച്ച് കണ്ടതുപോലെ തന്നെ. अब एक न्यू दिल्ली फ्लाइट है. अच्छा अच्छा अच्छा, मैं अभी जाता हूँ. खुदा हाफिज. अरे खुदा हाफिज. चलता हूँ. പരാഹമൂർത്തി, എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാ ഈ തീർത്ഥാടനം. വിഷ്ണുവിന്റെ വിവാഹം നടന്നിട്ടേ ഞാൻ എങ്ങോട്ടേക്ക് ഉള്ളൂന്ന് വാശി പിടിച്ചു തന്നെ കാരണം. ആ, ഇനിയിപ്പം മനസമാധാനമായിട്ട് പോയിട്ട് വരാമല്ലോ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടോ നേർച്ചയോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതിനുള്ള പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. ആ, മനസ്സിലായി മനസ്സിലായി. 7 കണ്ടീഷൻസ് വെച്ചുള്ള മാംഗല്യം തന്തുനാനീനോ ജീവന ഹേതുന. ആ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുട്ടപുറത്തിൽ ഒരു യാഗം നേർന്നിട്ടുണ്ട്. അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. എനിക്ക് നാണാവുന്നു, നീ തന്നെ പറ. അയ്യടാ, കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കിണങ്ങുന്ന കണ്ടില്ലേ? എന്നാ നീ പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. എത്രയും വേഗം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള യാഗ. ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് താലോലിക്കാൻ. ഇതാ കമ്പിളിയും ഷോളും സ്വെറ്ററും എല്ലാം ഇതിനകത്തുണ്ട്. ആ. പിന്നെ കുറുപ്പേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? എന്റെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം. എന്തിനാ? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ. നീ അതിനുവേണ്ടി ശ്രമിക്കണ്ട, നടക്കത്തില്ല ഇഷംകുട്ടി. ആ KSRTC കാരുടെ സഹോദരന്മാർ ഇടിച്ച് നിന്റെ സൂപ്പണക്കും. ആ പെങ്കൊച്ചിനെ വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? അയ്യേ. എന്നാ, പോവല്ലേ? എന്നാ ഇനി ലേറ്റ് ആക്കണ്ട. നീ കാറി കയറൂ. നിനക്ക് വേണ്ടി ഞാൻ വഴിപാട് നടത്തും കിഷൻകുട്ടി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. സാർ എനിക്കെതിരെ മൊഴി കൊടുത്താൽ ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. പിന്നെ ഓഫീസിൽ നിന്നും പണം എടുത്ത് തിരിമറി നടത്തുമ്പോൾ ഓർക്കണമായിരുന്നത്. സാർ, അത് ഞാൻ എന്റെ സഹോദരിയുടെ വിവാഹം നടത്താൻ വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തത്. ആ പണം ഞാൻ എത്രയും പെട്ടെന്ന് അടച്ചോളാം സാർ. മോഷ്ടിച്ചിട്ടാണോ സഹോദരിയുടെ വിവാഹം നടത്തുന്നത്? അപ്പോഴത്തിന്റെ അവസ്ഥയിൽ നിശ്ചിത വിവാഹം മുടങ്ങുന്നൊക്കെ കള്ളം പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്ത് ഞാൻ ടോളറേറ്റ് ചെയ്യും. ഈ വക കാര്യങ്ങളിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. സാർ, ഞാൻ പറയുന്നത് വേണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. സാർ, അത് വിൽ യു പ്ലീസ് ഗെറ്റ് ഔട്ട്. വിഷ്ണു, തിരിമറി നടത്തിയ തുക കമ്പനിയിൽ തിരിച്ചടച്ചോളാം എന്നല്ലേ വിൽഫ്രഡ് പറയുന്നത്. ആ സ്ഥിതിക്ക് അയാളുടെ കേസ് അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ നല്ലത്. നോ, പശ്ചാത്തപിച്ചതുകൊണ്ടോ പരിഹാരം ചെയ്തുകൊണ്ടോ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. എന്നെ വഞ്ചിക്കുന്നവരാരായിരുന്നാലും ഞാൻ വെറുതെ വിടില്ല.